ഫോൺ ചോർത്തൽ ആരോപണത്തിൽ പ്രതികരണവുമായി മുൻ ഡിജിപി ടി.പി. സെൻകുമാർ. ഫോൺ ചോർത്തലിൽ തനിക്ക് പങ്കുണ്ടായിരുന്നില്ല എന്ന് സെൻകുമാർ പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ജേക്കബ് പുനൂസ് ഡിജിപിയുമായിരുന്ന സമയത്താണ് ചോർത്തൽ സംവിധാനം ഉണ്ടായിരുന്നത്. ഈ ഫോൺ ചോർത്തുന്ന സംവിധാനം എല്ലായിടത്തും ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും ചെറുതുള്ളത്. ഇത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, ശ്രീ ജേക്കബ് പുനൂസ് ഡിജിപി ആയിരിക്കുമ്പോൾ പേരൂർക്കൊരു വീട്ടിൽ കൊണ്ടുവച്ചതാണ്. അത് ഞാനാണ്. അതുപോലെ അടുത്തത് ഇമെയിൽ ചോർത്തി. ഈ ഇമെയിലൊക്കെ അവരുടെ അഡ്രസ് എടുക്കാൻ കൊടുത്തത് എനിക്ക് മുന്നുള്ള ആളാണ്. ഞാൻ വന്നപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ലീക്ക് കണ്ടുപിടിച്ചു, കൈയുടെ പിടികൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള നുണകളൊക്കെ പറഞ്ഞ് നമ്മളെ ഏകദേശം എന്തോ വലിയ ക്രൂരകൃത്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, വാർത്തയുടെ വിശദാംശങ്ങൾ. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഫോൺ ചോർത്തൽ വിവാദവും അതോടൊപ്പം തന്നെ ഇമെയിൽ ചോർത്തൽ വിവാദവും. ഈ വിവാദങ്ങളിൽ താൻ അനാവശ്യമായി പഴികേട്ട് എന്നാണ് ഡിജിപി ടി.പി. സെൻകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബിജെപിയുടെ നവാഗത നേതൃസംഗമത്തിലെത്തിയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതും നിർണായകമാണ്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 2010 താൻ KSRTC MD ആയിരുന്നു. 2012 ADGP ഇന്റലിജൻസ് ആയി താൻ ചുമതല ഏൽക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ തനിക്കെതിരെ നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. സോളാർ വിവാദം ഉണ്ടായിരുന്ന ഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഫസൽ വധത്തിലടക്കം ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ടി വി രാജേഷ് MLA, CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അടക്കമുള്ളവർ അന്ന് ആ കാലഘട്ടത്തിൽ പരാതി നൽകിയിരുന്നു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. ഇന്ന് സെൻകുമാർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ജേക്കബ് പുനൂസ് DGPയുമായിരുന്ന കാലത്താണ് ഫോൺ ചോർത്തൽ നടന്നത് എന്നാണ്. തനിക്ക് അക്കാര്യങ്ങളിൽ പങ്കില്ല. ഇമെയിൽ ചോർത്തൽ വിവാദത്തിലും തനിക്ക് മുൻപ് ഉണ്ടായിരുന്ന DGPയാണ് ഈ ചോർത്തേണ്ട ഇമെയിലുകളുടെ അഡ്രസ്സുകൾ നൽകിയത് എന്നുമാണ് മുൻ ഡിജിപി ടി.പി. സെൻകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും BJPയുടെ നവാഗത നേതൃസംഗമത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു വെളിപ്പെടുത്തലാണ് മുൻ DGP ടി.പി. സെൻകുമാർ നടത്തിയിരിക്കുന്നത്. അമീന. ശരി കാർത്തിക്.